Hi friends, welcome to a new class from English with SE. നമ്മളിപ്പോൾ 10 ദിവസത്തെ ക്ലാസ്സിൻ്റെ 8ാമത്തെ ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ ഇതുവരെയുള്ള 7 ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതുമായി നമുക്ക് കൂട്ടിച്ചേർക്കാം. കാരണം ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ച രീതി ഞാൻ പഠിക്കുന്നു, പഠിച്ചിരുന്നു, പഠിക്കും എന്നൊക്കെയുള്ള ഒരു രീതിയാണ് നാം പഠിച്ചതല്ലേ. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് ഒന്ന് നോക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ്, അതായത് 1 to 7 ഡേയ്സിലെ എല്ലാ എല്ലാ വീഡിയോസും ആ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുക. ഒപ്പം തന്നെ ഏറ്റവും അവസാനമുള്ള എക്സർസൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. തീർച്ചയായും ആ എക്സർസൈസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഡേയ്സ് നമുക്ക് 10 ഡേയ്സിലേക്ക് വേണ്ടി സെലക്ട് ചെയ്ത ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും ഞാൻ അവസാന എക്സർസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സർസൈസുകൾ പ്രത്യേകമായി ചെയ്യുവാൻ പ്രത്യേകം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം ആ പഠിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അത് മുമ്പ് പഠിച്ചതാണ്, പക്ഷെ അതിൻ്റെ ആ ഒരു റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്നാണ് ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പഠിക്കും എന്ന് പറയുമ്പോൾ വിൽ സ്റ്റഡി, പഠിക്കുന്നു എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓർ സ്റ്റഡീസ്, പഠിച്ചിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റഡീഡ് എന്നാണല്ലോ. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഹാസ് ഹാവ് ആഡ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം അതിനോടൊപ്പമുള്ള വെർബ് അല്ലെങ്കിൽ അതിനോടൊപ്പമുള്ള പ്രവൃത്തി. നാം ഇംഗ്ലീഷിൽ പ്രവൃത്തിയുടെ 3ാമത്തെ രൂപം, അതായത് വെർബിൻ്റെ 3ാമത്തെ രൂപമാണ് നമ്മളവിടെ ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പം തുടക്കക്കാരാണെങ്കിൽ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ സ്റ്റഡി എന്ന വെർബാണെങ്കിൽ, പഠിക്കുന്നു എന്ന സ്റ്റഡി എന്ന വെർബാണെങ്കിൽ അതിൻ്റെ 2ാമത്തെ ഫോമാണ് ഡിഡ് ആഡ് ചെയ്ത സ്റ്റഡീഡ്. അതിൻ്റെ 3rd ഫോം V3 ആണ് സ്റ്റഡീഡ്. ഓക്കെ, അപ്പം സാധാരണ വെർബുകൾ എപ്പോഴും ഡി ഫോം വരുന്നത്, അതായത് ഹെൽപ്ഡ്, വാക്ക്ഡ്, അതായത് ഡി ആഡ് ചെയ്യുന്നതാണ് 3rd ഫോം. എന്നാൽ ഈറ്റ് പോലെ, ഈറ്റ് എന്ന് പറയുമ്പം ഈറ്റൻ എന്ന് വരും. എന്നാൽ ഗോ ആണെങ്കിൽ ഗോ, വെൻറ്റ്, ഗോൺ. അതുപോലെ ടേക്ക്, ടുക്ക്, ടേക്കൺ എന്ന് വരും. അപ്പോൾ ഇങ്ങനെയുള്ള വെർബുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും ഞാൻ അതിൻ്റെ കുറച്ച് വേർഡ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആ വെർബ് 3 ഫോംസ് മിക്കവാറും കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. അപ്പോൾ ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഹാസ്, ഹാവ് ഇവയുടെ കൂടെ എപ്പോഴും വെർബിൻ്റെ 3rd ഫോം ആയിരിക്കും. അതുപോലെ നാം പഠിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട് എന്ന മീനിങ് വരുന്നിടത്താണ് സബ്ജക്റ്റ് ആദ്യം എഴുതുന്നു. അതായത് ഐ, യു, വി, രാജു, ലീല ഇങ്ങനെയുള്ള സബ്ജക്റ്റ് എഴുതുന്നു. ഹാസ് ഓർ ഹാവ് എഴുതുന്നു. അതിനുശേഷം വെർബിൻ്റെ 3rd ഫോം എഴുതുന്നു. പിന്നീട് ഒബ്ജക്റ്റ് എഴുതുന്നു. അതായത് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. എന്നാൽ അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഹീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഐ, യു, അതുപോലെ പ്ലൂറൽ ഫോംസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കും. കുറേ പേര് വരുമ്പം ഐ, യു, ഇവ ഇതിനോടൊപ്പം നമ്മൾ ഹാവ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹി, ഷീ പോലെ ഒരാൾ മാത്രമുള്ളപ്പോൾ അവിടെ എന്താണ്, ഹാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഹി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ദേ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, യു ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, എന്നാൽ അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്, ഹീ ഹാസ് ഗോൺ ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്, ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്, ഐ ഹാവ് ഗോൺ ടു സ്കൂൾ.
അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് പോയിട്ടുണ്ടായിരുന്നു എന്നതാണ്. ഇത് പഠിക്കാൻ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ പഠിക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡീസ് പറഞ്ഞു. പഠിച്ചിരുന്നു എന്ന പാസ്റ്റിലേക്ക് മുമ്പിലത്തെ കാര്യം പറഞ്ഞപ്പോൾ സ്റ്റഡീഡ് എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഈ ഹാസിൻ്റെയും ഹാവിൻ്റെയും കേസ് വരുമ്പോഴും അതുപോലെ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഡെഡ് ഫോമായ ഹാഡാണ് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നതിന് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാവുമ്പോൾ എന്താവും? ഐ ഹാഡ് സ്റ്റഡീഡ്. അതിന് സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ ഒരാളെന്നോ ഒത്തിരി പേരെന്നുള്ള ഒരു വ്യത്യാസമില്ല. ഏത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വരുമ്പം അതേത് വന്നാലും അവിടെ ഹാഡ് പ്ലസ് V3 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഐ ഹാഡ് ഗോൺ. അവൻ പോയിട്ടുണ്ടായിരുന്നു, ഹി ഹാഡ് ഗോൺ. അവൾ പോയിട്ടുണ്ടായിരുന്നു, ഷീ ഹാഡ് ഗോൺ. അവർ പോയിട്ടുണ്ടായിരുന്നു, ദേ ഹാഡ് ഗോൺ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വെർബുകളും സബ്ജക്റ്റുകളും മാറ്റി മാറ്റി നമുക്ക് പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു എന്ന ഫോമുകളെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്നുകൂടി ഒരു വട്ടം കൂടി ആദ്യം മുതലൊക്കെ കേട്ടതിന് ശേഷം മനസ്സിലാകാത്ത ഭാഗം കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ ഏറ്റവും അവസാനമുള്ള എക്സർസൈസ് കൂടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാവും, അതെനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ എന്താണ്? ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക്. റെഡാണ്, READ തന്നെയാണ്, പ്രൊനൗൺസിയേഷന് മാത്രമേ മാറ്റുള്ളൂ. അവൻ നോട്ട്സ് എഴുതിയിട്ടുണ്ട്, ഹി ഹാസ് റിട്ടൺ നോട്ട്സ്. അവൻ നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലോ ഹി ഹാഡ് റിട്ടൺ നോട്ട്സ്. ഓക്കെ, അവൾ പോയിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലോ ഷി ഹാഡ് ഗോൺ സ്കൂളിലേക്ക്, ടു സ്കൂൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയെ ചേർത്തുകൊണ്ടുള്ള എന്താണ് എക്സർസൈസാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് 10ാമത്തെ ഡേയ്സിൽ ഈ 1 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളും വളരെ സംക്ഷിപ്തമായിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലൊരു ക്ലാസ് കൂടി ഉണ്ടായിരിക്കും. അതോടുകൂടി നമ്മുടെ ഈ കോഴ്സ് ഇവിടെ അവസാനിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ അവർ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങൾ എക്സസൈസായിട്ട് എഴുതുക. അതിനകത്ത് എനിക്ക് പ്രത്യേകമായിട്ട് പറയേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ബുക്ക് എടുത്തിട്ടില്ലായിരുന്നു എന്ന് പറയുന്നതിന് ഹാവ്, ഹാസിൻ്റെ കൂടെ നോട്ട് കൂടി ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ മലയാളവും ഒപ്പം ഇംഗ്ലീഷും കൂടിയാണ് എഴുതുന്നതെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകൾ കൂടി കണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ക്ലാസ്സുകളെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.